റമളാനൊക്കെ അടുത്തു വരുന്ന ഈ ഒരു ടൈമിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റമളാനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഉന്നക്കായ. അപ്പോൾ ഗ്രൈൻഡറൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ള കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പഴുക്കാത്തതും എന്നാൽ നന്ന പച്ചയല്ലാത്ത ഒരു മീഡിയം സൈസിൽ പഴുപ്പുള്ള 2.5 കിലോ പഴം എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പലരും തൊലിയോട് കൂടിയിട്ടാണ് വേവിച്ചെടുക്കുക. അതിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഇഡലിത്തട്ടിൽ വെള്ളം ചൂടാക്കിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പഴം വെന്ത് കിട്ടും. ഒരു 15 മിനിറ്റ് അതിൽ കുറവേ വേണ്ടൂ. ഇനി ഇത് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് വെച്ച് പ്രസ് ചെയ്ത് നോക്കാം. അത് ഒരുമിച്ച് എല്ലാം ഒരു തളികയിലോട്ട് മാറ്റാം. ഉന്നക്കായ ഉണ്ടാക്കുന്ന ടൈമിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് മീഡിയം സൈസിൽ പഴുത്ത പഴമായിരിക്കണം. പിന്നെ ഒന്ന് നന്നായി ഉടച്ചെടുക്കണം. ഞാനിവിടെ പത്തിൽ പ്രസ് ചെയ്യുന്നത് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഉടച്ചെടുക്കാം. ഒരു ഫ്ലാറ്റ് ഗ്ലാസ് എടുത്തിട്ട് അത് വെച്ചും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പൊട്ടാറ്റോ മാഷ് ചെയ്യുന്നത് വെച്ചും നമുക്ക് ഈസി ആയിട്ട് ഉടച്ചെടുക്കാം. ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൈവച്ച് നല്ലോണം ഉടച്ചു കൊടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 2 ഫില്ലിങ് കാണിക്കുന്നുണ്ട്. ഒന്ന് മുട്ട കൊണ്ടും വേറൊന്ന് തേങ്ങ കൊണ്ടുള്ള പണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. കണ്ണൂരുകാർ പണ്ടെന്നാണ് പറയുക. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ടപ്പണ്ടത്തിലേക്ക് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഈ 2 ഫില്ലിങ്ങിലും കൂടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതും ഒരു 1/4 കപ്പ് റൈസിൻസും എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടും കറുത്ത മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളറായാൽ അതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് നേരത്തെ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മിക്സ് ചെയ്യാൻ പാടില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടായതിനു ശേഷം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടപ്പണ്ട് ഉണ്ടാക്കുന്ന ടൈമിൽ അപ്പോൾ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരു ഹാഫ് വേവായാലും മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു വെള്ളം കേറിയ പോലെ ഉണ്ടാവും നമ്മുടെ പണ്ടത്തിന്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ചിക്കിയെടുക്കുക. പഞ്ചസാര കുറവായിരുന്നു. 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് തേങ്ങപ്പണ്ട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കുക. അതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. പണ്ട് ഉണ്ടാക്കുന്ന ടൈമിൽ ഗീ തന്നെ ഒഴിക്കണം. എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇനി അതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് തേങ്ങ ഫില്ലിങ് ഉണ്ടാക്കുന്ന ടൈമിൽ ഷുഗർ ഇട്ടിട്ടും വെള്ളം മെൽറ്റ് ചെയ്തിട്ടും ഉണ്ടാക്കാം. ഞാനിവിടെ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ
വെള്ളം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ടൈമിൽ കുറച്ച് മധുരം കുറവായിരുന്നു. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഷുഗറൊക്കെ ഒന്ന് മെൽട്ട് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്ത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉന്നക്കായ 2 ഫില്ലിങ്ങും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ ഫില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് ഓയിൽ കൂടി എടുത്തിട്ടുണ്ട്. ഓയിൽ കയ്യിൽ പുരട്ടിയിട്ട് ഒരു ബൗളിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പഴം എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അതിലോട്ട് തേങ്ങാപ്പണ്ടം വെച്ച് കൊടുക്കാം. ഇനി അത് മുഴുവനായിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടിയിൽ വേണം പഴം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിലൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതുപോലൊരു ബോക്സ് എടുത്തിട്ട് അതിലോട്ട് ഉന്നക്കായ ഫില്ല് ചെയ്യുന്ന ടൈമിൽ വെച്ച് കൊടുക്കാം. 1 സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുക്കാൻ കുറച്ച് പണിയാണ്. കയ്യിൽ ഓയിൽ പുരട്ടിയാൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ വളരെ ഈസിയാണ്. മുഴുവൻ ഉന്നക്കായും ഞാൻ ഫില്ല് ചെയ്ത് കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 1 വീക്ക് വരെയൊക്കെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഒരു 15 മിനിറ്റ് മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു കടായി ചൂടാക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഉന്നക്കായ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള പഴമായതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. സ്പൂണിട്ട് ഇളക്കാനും പാടില്ല. ഓരോ സൈഡ് മറിച്ചിട്ട് കൊടുത്ത് അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഉന്നക്കായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. റമളാൻ ടൈം ആയാൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്ത് വെക്കാം. എല്ലാവരും ഇബാദത്തിനായിട്ട് റമളാനിൽ ടൈം മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് റമളാൻ മുബാറക്.